ഓട്ടോ പെർമിറ്റിന് അപേക്ഷിച്ച തളാപ്പിലെ സുധീന്ദ്രന് RTO നൽകിയത് വിചിത്രമായൊരു പെർമിറ്റ്. ഓട്ടോ പാർക്കിംഗ് സ്ഥലം കാണിച്ചിരിക്കുന്നത് സ്വന്തം വീട്ടിൽ. ഇവിടെ നിന്നും ആര് ഓട്ടം വിളിക്കാനെന്നാണ് സുധീന്ദ്രൻ ചോദിക്കുന്നത്. നവകേരള സദസ്സിലും ഗതാഗത മന്ത്രിക്കും അപേക്ഷ സമർപ്പിച്ച് 2 വർഷമായി കനിവിന് കാത്തിരിക്കുകയാണ് ഇദ്ദേഹം. സ്വന്തമായി ഒരു തൊഴിലെന്ന നിലയിൽ സ്വരുക്കൂട്ടിയതും ലോണുമായി ഒരു ഓട്ടോ തരപ്പെടുത്തി. പിന്നീട് പെർമിറ്റിനായി സമീപിച്ചു. ഇവിടെ നിന്നുമാണ് സുധീന്ദ്രൻ എന്ന ഓട്ടോ ഡ്രൈവർ വലിയ കടമ്പകളിലേക്ക് കടക്കുന്നത്. പാർക്കിങ്ങിനായി ഒരു സ്ഥലം അനുവദിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് സ്വന്തം വീട്ടുമുറ്റമായി മാറുമെന്ന് സുധീന്ദ്രൻ ചിന്തിച്ചതുപോലുമില്ല. കൃത്യമായ മറുപടി ലഭിക്കാത്തതിനാൽ നവകേരള സദസ്സിലും അപേക്ഷിച്ചു. എന്നാൽ റെഗുലേറ്ററി കമ്മിറ്റിക്ക് അയച്ചിട്ടുണ്ട് എന്നും അതുപ്രകാരം തീരുമാനമുണ്ടാവുമെന്നുമാണ് മറുപടി ലഭിച്ചത്. എന്നാൽ 1 വർഷമായിട്ടും അനുകൂല നടപടികളോ ഒന്നും തന്നെ ഉണ്ടായില്ല. ഇതുപ്രകാരം ഗതാഗത മന്ത്രിക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് സുധീന്ദ്രൻ. ഒരു ഓട്ടോ എടുത്ത് അതിൽ പെർമിറ്റിൽ ഹൗസ് എന്നുള്ള പാർക്കിംഗ് പ്ലേസ് ഇവിടെ കണ്ണൂർ തളാപ്പിലാണ്. സുധീന്ദ്രൻ എന്ന് പറയുന്നവരാണ് ഓട്ടോൻ്റെ ഓണർ. അദ്ദേഹം എന്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം പറയും. ഞാൻ ഒരു ഓട്ടോ എടുത്തിട്ട് 2 വർഷം, ഈ വരുന്ന മെയ് മാസം ആകുമ്പോഴത്തേക്ക് 2 വർഷമായി. അപ്പോൾ ഓട്ടോ എടുത്ത സമയത്ത് KVRൻ്റെ ഗ്രൂപ്പാണ് അവർ പുതിയ വണ്ടി എടുക്കുമ്പോൾ അവരാണ് പേപ്പറെല്ലാം ശരിയാക്കുന്നത്. ആ ശരിയാക്കുന്ന സമയത്ത് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പെർമിറ്റ് രജിസ്ട്രേഷനെല്ലാം കഴിഞ്ഞ് നമ്പറെല്ലാം കിട്ടിയതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ 100 രൂപയുടെ മുദ്ര കള്ളാസും മുദ്ര പേപ്പറും വാങ്ങി പിന്നെ RTO ഓഫീസിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് കണ്ണൂർ കോർപ്പറേഷനിൽ പാർക്ക് ചെയ്തിട്ട് ജോലി എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ വെച്ച് ജോലി ചെയ്യാമെന്ന് മുദ്ര പേപ്പറിൽ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിപ്പോൾ എങ്ങനെ ശരിയാവുക, അത് നടക്കില്ലല്ലോ. വീട്ടിൽ പാർക്ക് ചെയ്തിട്ടാകുമ്പോൾ വീട്ടിൽ ആളുകൾ വന്നിട്ട് വണ്ടി കയറുമോ എന്നുള്ളത് നമുക്ക് നടക്കാത്ത കേസാണ്. അതുകൊണ്ട് അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ചിറക്കൽ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചിറക്കൽ ഞാൻ വെച്ചാൽ 5-6 കിലോമീറ്റർ വ്യത്യാസത്തിലാണ്, നമുക്ക് അവിടെ പരിചയം ഇല്ല, അങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മുദ്രക്കള്ളാസിൽ എഴുതി കൊടുത്തിട്ട് പെർമിറ്റ് എനിക്ക് അനുവദിക്കുന്നത്. ഞാൻ അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ ഉടനെ RTO ഓഫീസിൽ എനിക്ക് അപേക്ഷ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്ക് നമ്പർ അനുവദിച്ചു തരണം എന്ന് പറഞ്ഞിട്ട്, പാർക്കിംഗ് നമ്പർ അനുവദിച്ചു തരണം എന്ന് പറഞ്ഞു. അതിനൊരു യാതൊരു മറുപടി ഉണ്ടായില്ല. അതിനുശേഷം ഞാൻ നവകേരള സദസ്സിൽ ഒരു പരാതി കൊടുത്തു, ഇങ്ങനെ എനിക്ക് കണ്ണൂർ ടൗണിൽ പാർക്ക് ചെയ്തിട്ട് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട്. അതിന് ഒരു മറുപടി തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ പരാതി റെഗുലേറ്ററി കമ്മിറ്റിക്ക് പരാതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ തീരുമാനപ്രകാരം നടപ്പിലാവുമെന്ന് പറഞ്ഞിട്ടാണ് അത് വന്നത്. അത് വന്നിട്ടിപ്പോൾ ഒരു വർഷത്തിൽ യാസിയായി, ഒരു നടപടിയും കൈക്കൊണ്ടതായിട്ട് കാണുന്നില്ല. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ച വീണ്ടും ഗതാഗത മന്ത്രിക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്. പരാതി പറയലും അപേക്ഷ കൊടുക്കലും എല്ലാമായി 2 വർഷമാണ് ഇദ്ദേഹത്തിന് നഷ്ടമായത്. വീട്ടിൽ വച്ച് ഓട്ടോ ഓടിയ വകയിൽ നാമമാത്രമായ രൂപ മാത്രമാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതാവട്ടെ ലോൺ അടവിനോ ഇൻഷുറൻസിനോ തികയുന്നത് പോലുമില്ല. ഇങ്ങനെ ഒരു ഓട്ടോ സർവീസ് നടത്തിയിട്ട് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് സുധീന്ദ്രൻ ചോദിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സങ്കടം അധികാരികളുടെ ശ്രദ്ധയിൽ പെടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും അതിനൊരു പരിഹാരം കാണുമെന്നുള്ള വിശ്വാസത്തോടെ